Hello friends, welcome back to our YouTube channel. ഇത് ഞങ്ങളുടെ ഓൺ വോയിസിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കുറേ മിസ്റ്റേക്സ് ഉണ്ടാവാം, എന്നാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ്. ലൈഫിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ നാത്തൂനാണ്, ഞങ്ങളുടെ നാത്തൂൻസാണ്. അപ്പം ഇവള് ഫ്രം ചെന്നൈയിലാണ് വീട്. അപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്, അതായത് നമ്മുടെ കൊല്ലത്താണ്. അപ്പം ഇവളുടെ ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും തമ്മിലുള്ള ലൈഫ് സ്റ്റൈൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ചെറിയ കണ്ടൻ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. ഫസ്റ്റ് നമുക്ക് അവിടെയും ഇവിടെ ചെന്നൈയിലും നമ്മുടെ കൊല്ലത്തും തമ്മിലുള്ള ഇവളുടെ ജീവിത രീതികൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്ന് നമുക്കിങ്ങനെ ചോദിച്ചറിയാം ആദ്യം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഞങ്ങൾ കുറച്ച് ഫുഡീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നീ പറഞ്ഞപ്പം നിൻ്റെ ചെന്നൈയിൽ നിന്നപ്പോൾ ഉള്ളതും ഇവിടെ കൊല്ലത്ത് വന്നതിന് ശേഷവും നിന്റെ ഫുഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? കൊല്ലത്ത് നമ്മളൊരു വേറെ സിറ്റിയിലല്ല ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളുള്ളത്. നമ്മുടെ വീടെന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്, സിറ്റിയിലല്ല, മെയിൻ സിറ്റിയിലല്ല. അപ്പം ചെന്നൈ എന്നൊക്കെ വെച്ചാൽ അവിടെ ഒരു സിറ്റി ലൈഫാണ് കറക്റ്റ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇവള് കുറച്ചുകൂടി ഒരു ഗ്രാമീണ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാം. ഫുള്ള് എൻ്റെ ഒരു 25 years ഫുള്ള് കംപ്ലീറ്റ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫുഡും രീതികളും എല്ലാം ഞാൻ ഫുൾ അവിടുത്തെ ഒരു രീതിയിലാണ് അഡോപ്റ്റ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു 6 മാസത്തിൽ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇവിടെ വെറൈറ്റീസ്. ഇപ്പോൾ എനിക്ക് മേ ബി സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റി കിട്ടാം. ഇവിടെ സാമ്പാർ സാധവും തൈര് സാധവും കഴിച്ച് നടന്നവര് ഇവിടെ വന്ന് എന്താ ചോറും പുളശ്ശേരിയും തിന്നേണ്ട അവസ്ഥ വന്നു. അവിടുത്തെ ചോറും തമ്മിൽ തന്നെ വ്യത്യാസമില്ല. പൊന്നി അരിയുടെ ചോറ് കഴിക്കുന്നവരായിരുന്നു. നമ്മളിവിടെ വന്ന് നമ്മളെല്ലാം 7 സ്റ്റാറോ ജയ അരിയൊക്കെ വെച്ച് കൊടുക്കേണ്ട അവസ്ഥ. അതൊക്കെ ഭയങ്കര പാടായിരുന്നു. കഴിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ. പക്ഷെ അതൊക്കെ ഞാൻ കഴിക്കണം, ഫുഡ് നമ്മളെല്ലാം കഴിക്കണമല്ലോ. പക്ഷെ എന്നാലും ഒന്ന് ടേസ്റ്റ് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ ഇച്ചിരി പാടും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ അടുത്തടുത്ത് എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ സൊമാറ്റോയുടെ അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ ഇതിനെ ഓർഡർ ചെയ്തൊന്നും കഴിക്കാൻ പറ്റും. പക്ഷെ ആ ഫെസിലിറ്റി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും അത്രയ്ക്ക് അവൈലബിൾ അല്ല. ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ പുറത്ത് പോയി തന്നെ കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് കഴിക്കണം. നമുക്ക് സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് അവൈലബിൾ അല്ല ഇവിടെ. പിന്നെ നമ്മൾ നൈറ്റ് ലൈഫ് എങ്ങനെയാണ്? അവിടെ ആയിരുന്നപ്പോഴാണോ നൈറ്റ് ലൈഫ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്, അതോ ഇവിടെ വന്നതിന് ശേഷമാണോ നിനക്ക് നൈറ്റ് ലൈഫ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല? അവിടെ നല്ല നമ്മുടെ നൈറ്റ് ലൈഫിലും തന്നെ അവിടെ നല്ല എന്താ പറയുക ഫുഡ്സ് അല്ലെങ്കിൽ നൈറ്റ് തന്നെ പകല് പോകാം. അപ്പം അവിടെ രാത്രി ആയാലും ഫുള്ള് ട്രാഫിക്കും ബ്ലോക്കും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല ഡേ ആൻഡ് നൈറ്റിലുള്ള ഉള്ളത്. അപ്പം നൈറ്റ് നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനും ബീച്ചിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ആൾക്കാരുടെ ഇതല്ല. ഇവിടെ അങ്ങ് വൈകിട്ട് ഒരു 7 മണി കഴിയുമ്പോഴേ ഇവിടെ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നൈറ്റ് ലൈഫിനോട്. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടായിരിക്കും അവിടെ. പെട്ടെന്ന് കഥടച്ച് കിടക്കില്ല ചെയ്യുമല്ലോ. അവിടെ നേരത്തെ തന്നെ ഡിന്നറും കഴിക്കും. അവിടെ കിടക്കാൻ ഒരു 12 മണിയൊക്കെ ആവുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ ഒരു 8 മണിക്ക് കിടക്കും. 10 മണിക്ക്. അവിടെ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് അത്ര അറിയില്ല. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോളും. ഞങ്ങൾ മലയാളീസ് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്ന ടൈപ്പാണ്. എനിക്ക് അത്ര ഫ്രണ്ട്സ് അങ്ങനെ അറിയില്ല. അത് ഇല്ലാത്തതുകൊണ്ട് അവിടെ എനിക്ക് എല്ലാം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളും കോളേജും എല്ലാം അവിടെ പഠിച്ചാണെങ്കിൽ എനിക്ക് ഫുൾ അവിടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരെ കാണാൻ പറ്റുന്നില്ല. അവരുടെ കൂടെ ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ എപ്പോഴും ഔട്ടിങ്ങിന് പോകും, സിനിമ കാണാൻ പോകും. അപ്പോൾ ഓരോരോ സിനിമയ്ക്ക് ഇപ്പോൾ അവരൊരുമിച്ച് പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവരുടെ കൂടെ ഒരു വിശേഷത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. ഫ്രണ്ട്സിൻ്റെ മാരേജ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആൾക്ക് ഒരു വല്ലാത്തൊരു മിസ്സിങ് ആണ്. അവരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്.
പിന്നെ ഞങ്ങൾ മലയാളീസിന് നിങ്ങളുടെ എന്താ തമിഴൻസിനോട് പൊതുവെ ഒരു പുച്ഛമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ആ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഇത്രയും മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നേരത്തെ അത്ര അറിയത്തില്ല. എന്നെ വെക്കേഷൻ ഒരു 10 ദിവസം ഒരു 5 ദിവസം മാത്രം വന്നിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ ഉള്ളവർ എന്നെ തന്നെ ട്രോൾ, അല്ല ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നാലും എന്നെ കളിയാക്കും, അങ്ങനെ ഞാൻ തമിഴെത്തിയാണ് അങ്ങനെ. പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മളിപ്പോൾ മലയാളത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റായിട്ട് തമിഴിൽ പറഞ്ഞാലോ പുതിയതായിട്ട് അവർ റെസ്പെക്റ്റ് കൊടുക്കും. അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ അടുത്ത് എന്താ വെച്ചാൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യും. ഇതങ്ങനെ അല്ല പറയണ്ടേ, അല്ല നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും തെറ്റായിട്ട് പറയുമ്പോൾ അതവർ രസിച്ച് കളിയാക്കാതെ ഒരു രസിച്ചൊരു ഇതായിട്ട് കാണാം. ആ ഒരു രീതിയിൽ എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പക്ഷെ അവള് പറയുന്നത് നമ്മളെ മലയാളീസിന് അവര് തമിഴൻസിനോട് ഒരു പുച്ഛമാണ്, തിരിച്ച് അവർക്ക് നമ്മളോടെന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റ് ആണെന്ന്. അത് അങ്ങനെയല്ല, എല്ലാവരുടെയും കാര്യമല്ല. ചില മലയാളീസിന് കുറച്ച് സെൽഫ് റെസ്പെക്ട് കൂടുതലാണ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് അവരെന്ന് വെച്ചാൽ മലയാളീസ് വെച്ചാൽ പൊതുവെ തമിഴന്മാരോടൊന്നല്ല, എല്ലാരോടും ഒരു പുച്ഛം. ഭയങ്കര ഒരു ഇതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊരാളെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടുന്നില്ല. എനിക്ക് ഇഷ്ടം പോലെ എന്നെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാരെ, ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. വേറെ ശീലമായി. പക്ഷെ നേരത്തെ ഒട്ടും മലയാളം അത്രയും പോലെ എനിക്ക് സംസാരിക്കാൻ തുടങ്ങാം. അപ്പം നീ ചെന്നൈയിലായിരുന്നപ്പോൾ കൂടുതൽ എപ്പോഴും പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? நான் சென்னையில் எப்பவும் போகிற பிளேஸ்னால் மெரினா பீச் போவோம், இல்லைன்னா பெசன்ட் நகர் பீச் போவோம். ஃப்ரெண்ட்ஸ் நாங்கள் எப்பவுமே காலேஜ் முடிச்சுட்டு அங்கே போவோம். பின்ன அப்புறம் ரொம்ப நாங்கள் இதாக போகிறது சரவணா ஸ்டோர்ஸ், பாடி சரவணா ஸ்டோர்ஸ் போவோம். ஏன்னா வந்து அங்கே 9th ஃப்ளோரில் ஃபுட் கோர்ட் இருக்குது, அங்கே இருக்க பிரியாணி எனக்கு ரொம்ப பிடிக்கும். அது மட்டும் இல்லாமல் இந்த காலேஜ் ஸ்டூடெண்ட்ஸ்க்கு அதெல்லாம் சாப்பிட்ற மாதிரி நம்ம அஃபோர்டபுள் ரேட்லேயே சீக்கிரமாக காலியாக வர மாதிரி பிரியாணி எல்லாம் இருக்கும். அது டேஸ்டான பிரியாணியாக இருக்கா, நாங்கள் போய் சாப்பிட்றோம். பீச்சுக்கு போனாலும் என்ன அங்கே കാശെല്ലാം തേവപ്പെടാതെ നമ്മൾ കോളേജ് ടൈമിൽ അതെല്ലാം തന്നെ. അപ്പോൾ ഇപ്പോൾ ജോലിയാണ് അங்கே എൻജോയ്. ചെന്നൈയിൽ നീ കൂടുതൽ ഷോപ്പിങ്ങിന് പോകുന്ന എവിടെയായിരുന്നു? ഷോപ്പിംഗ് ടി നഗർ, പിന്നെ സൗകാർപേട്ട്, சரவணா ஸ்டோர்ஸ், புஷ்வாக்கம் சரவணா ஸ்டோர்ஸ், பாடி சரவணா ஸ்டோர்ஸ். ஏன்னா எங்கள் வீட்டு பக்கத்துலேயே இருக்கிறது புஷ்வாக்கம், பாடி. அப்போ மோஸ்ட்டாக அங்கே போவேன். அப்படி இல்லைன்னா ஃப்ரெண்ட்ஸ் கூட எல்லாம் போனால் டி நகர் போனால் ஸ்ட்ரீட் ஷாப்பிங் நிறையா போகிறது எனக்கு ரொம்ப பிடிக்கும். அதே மாதிரி சவுகார்பேட்டு உள்ள போனால் நிறைய ஷாப்ஸ் இருக்குது, ஹோல்சேல் ஷாப்ஸ் எல்லாம் நிறைய இருக்குது. அதனால സൗകാർപേട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരുപാട് ലാഗടിച്ച് ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല നമുക്ക്. പിന്നെ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നീ അവിടെ നിന്ന് വന്നിട്ട് എന്താ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതെന്ന്. അപ്പം എന്താ നീ മലയാളം ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത്? അതെന്ന് വെച്ചാൽ ഞാൻ മലയാളം സംസാരിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം മലയാളീസ് ആണോ ഓൾറെഡി? പക്ഷെ അച്ഛന് ജോലി ചെന്നൈയിലായിരുന്നു. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവരങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. അപ്പം ബ്രോട്ടപ്പ് സ്കൂളും എല്ലാമാണ് ചെന്നൈയിലായിരുന്നു, ജനിച്ചിന് മാത്രമായിരുന്നു. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞങ്ങൾ ഇത്ര ലാഗടിച്ച് ബോറാക്കുന്നില്ല, നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഞങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.